ഇനി നമുക്ക് പേജ് നമ്പർ 18-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Check whether each of the sequences given below is an arithmetic sequence. Give reasons. For the arithmetic sequences, write the common difference also. അതായത് താഴെ കുറച്ച് സീക്വൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സീക്വൻസസ് ഒക്കെ അരിത്തമെറ്റിക് സീക്വൻസസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റീസൺ എഴുതണം. കൂടാതെ അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. ആദ്യത്തെ സീക്വൻസ് നോക്കാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5, 7 എക്സെട്രയാണ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാം. അതിനു വേണ്ടി കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. ആദ്യം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം നോക്കാം. ദാറ്റ് ഈസ് 3 - 1 ദാറ്റ് ഈസ് 2. ഇനി തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം നോക്കാം. ദാറ്റ് ഈസ് 5 - 3 ദാറ്റ് ഈസ് 2. ഇനി ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം നോക്കാം. ദാറ്റ് ഈസ് 7 - 5 ദാറ്റ് ഈസ് 2. സോ ഈ 3 ഡിഫറൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസും സെയിം ആണ്. സോ this is an arithmetic sequence and the common difference is 2. അടുത്ത സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ്. നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8 എക്സെട്രയാണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാം. അതിനു വേണ്ടി കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. അതായത് അടുത്തടുത്തുള്ള ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 - 2 ആണ്. ദാറ്റ് ഈസ് 2. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 6 - 4 ആണ്. ദാറ്റ് ഈസ് 2. ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം എന്ന് പറയുന്നത് 8 - 6 ആണ്. ദാറ്റ് ഈസ് ഓൾസോ 2. അതായത് എല്ലാ ഡിഫറൻസുകളും, അതായത് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എല്ലാം സെയിം ആണ്. സോ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് 2. തേർഡ് ഓപ്ഷൻ ഈസ് സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് as half the odd numbers. അതായത് ഓഡ് നമ്പേഴ്സിനെ ഹാഫ് ആക്കുമ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻസിൻ്റെ സീക്വൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5, 7 എക്സെട്രയാണ്. സോ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/2, 3/2, 5/2, 7/2 എക്സെട്ര എന്ന് വരും. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. ആദ്യം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം നോക്കാം. ദാറ്റ് ഈസ് 3/2 - 1/2. ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമുക്ക് ഡിനോമിനേറ്റർ അതുപോലെ എഴുതാം. എന്നിട്ട് ന്യൂമറേറ്റർ മാത്രം മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3 - 1/2 ദാറ്റ് ഈസ് 2/2 ദാറ്റ് ഈസ് 1. ഇനി അടുത്ത കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. ദാറ്റ് ഈസ് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ദാറ്റ് ഈസ് 5/2 - 3/2. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്റർ അതുപോലെ എഴുതാം. എന്നിട്ട് ന്യൂമറേറ്റർ മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 5 - 3/2 ദാറ്റ് ഈസ് 2/2 ദാറ്റ് ഈസ് 1. ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം നോക്കാം. ദാറ്റ് ഈസ് 7/2 - 5/2. ന്യൂമറേറ്റർ ചേഞ്ച് ചെയ്താൽ മതി. ഡിനോമിനേറ്ററിൽ സെയിം ആയതുകൊണ്ട് ചേഞ്ച് ഇല്ല. ദാറ്റ് ഈസ് 7 - 5/2 ദാറ്റ് ഈസ് 2/2 ദാറ്റ് ഈസ് 1. So difference of consecutive terms are same. So this is an arithmetic sequence and common difference is 1. Next sequence is sequence of powers of 2. അതായത് 2ൻ്റെ പവേഴ്സിൻ്റെ സീക്വൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് 2, 2 സ്ക്വയർ, 2 ക്യൂബ്, 2⁴ എക്സെട്ര. അതായത് 2, 4, 8, 16 എക്സെട്ര. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാം. അതിനു വേണ്ടി ഡിഫറൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 4 - 2 ആണ്. ദാറ്റ് ഈസ് 2. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 8 - 4 ആണ്. ദാറ്റ് ഈസ് 4. ഇവിടെ ഡിഫറൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഡിഫറെൻ്റ് ആണ്, സെയിം അല്ല. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഫിഫ്ത്ത് സീക്വൻസ് ഈസ് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കലിൻ്റെ സീക്വൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്രയാണ്. സോ അവയുടെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/1, 1/2, 1/3, 1/4 എക്സെട്ര എന്ന് വരും. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാം. അതിനു വേണ്ടി കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. ഇവിടെ
സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2 മൈനസ് 1/1 ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 2/2 ഇൻറ്റു 1 ദാറ്റ് ഈസ് -1/2. ഇനി തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം നോക്കാം. ദാറ്റ് ഈസ് 1/3 മൈനസ് 1/2 ദാറ്റ് ഈസ് 2 മൈനസ് 3/3 ഇൻറ്റു 2 ദാറ്റ് ഈസ് -1/6. അപ്പോൾ ഡിഫറൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് സെയിം അല്ല. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ്, ഡു ദി നമ്പേഴ്സ് ഓഫ് കളർ സ്ക്വയേഴ്സ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? ഗിവ് റീസൺസ്. അതായത് താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സിലെ പാറ്റേൺസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓരോ പിക്ചറിലെയും നമ്പർ ഓഫ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആണെങ്കിൽ അതിൻ്റെ കാരണവും എഴുതണം. നമുക്ക് ഓരോ പിക്ചറിലെയും നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ പിക്ചറിൽ 8 സ്ക്വയേഴ്സ് ആണുള്ളത്. രണ്ടാമത്തെ പിക്ചറിൽ 12 സ്ക്വയർ ആണുള്ളത്. മൂന്നാമത്തെ പിക്ചറിൽ 16 സ്ക്വയേഴ്സ് ആണുള്ളത്. ഇനി ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കാം. അതിനു വേണ്ടി ഡിഫറൻസ് ഓഫ് അഡ്ജസൻറ്റ് ടേംസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 മൈനസ് 8 ആണ്. ദാറ്റ് ഈസ് 4. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 16 മൈനസ് 12 ദാറ്റ് ഈസ് ഓൾസോ 4. സോ ഈ രണ്ട് ഡിഫറൻസസ് ഓഫ് അഡ്ജസൻറ്റ് ടേംസും ഈക്വൽ ആണ്. സോ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 4. See the pictures below. First question, how many small squares are there in each rectangle? ആദ്യത്തെ പിക്ചറിൽ 2 സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത്. രണ്ടാമത്തെ പിക്ചറിൽ 4 സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത്. മൂന്നാമത്തെ പിക്ചറിൽ 6 സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത്. നാലാമത്തെ പിക്ചറിൽ 8 സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? ആദ്യത്തെ പിക്ചറിൽ വലിയ സ്ക്വയർ ഒന്നുമില്ല. സോ നമുക്ക് 0 എന്ന് എഴുതാം. രണ്ടാമത്തെ പിക്ചറിൽ 1 ലാർജ് സ്ക്വയർ ഉണ്ട്. മൂന്നാമത്തെ പിക്ചറിൽ 2 ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്. നാലാമത്തെ പിക്ചറിൽ 3 ലാർജ് സ്ക്വയേഴ്സ് ആണുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ? അതായത് ടോട്ടൽ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് പ്ലസ് നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ആണ്. സോ ആദ്യത്തെ പിക്ചറിൽ 2 + 0 സ്ക്വയേഴ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് 2. രണ്ടാമത്തെ പിക്ചറിൽ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് 4 ആണ്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് 1 ആണ്. സോ ടോട്ടൽ സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു 4 + 1 ദാറ്റ് ഈസ് 5. മൂന്നാമത്തെ പിക്ചറിൽ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് 6 ആണ്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് 2 ആണ്. സോ ടോട്ടൽ സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു 6 + 2 ദാറ്റ് ഈസ് 8. നാലാമത്തെ പിക്ചറിൽ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് 8 ആണ്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് 3 ആണ്. സോ ടോട്ടൽ സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു 8 + 3 that is 11. Continuing this pattern in each such sequence of numbers, an arithmetic sequence, അതായത് ഈ പിക്ചറിലെ പാറ്റേൺ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇതിലെ മേലെ പറഞ്ഞിട്ടുള്ള സീക്വൻസസ് ഒക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സീക്വൻസ് നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് ആണ്. ദാറ്റ് ഈസ് 2, 4, 6, 8 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാം. അതിനുവേണ്ടി ഡിഫറൻസസ് ഓഫ് അഡ്ജസൻറ്റ് ടേംസ് നോക്കാം. ദാറ്റ് ഈസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 4 - 2 ദാറ്റ് ഈസ് 2. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 6 - 4 ദാറ്റ് ഈസ് 2. ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം ഈസ് ഈക്വൽ ടു 8 - 6 ദാറ്റ് ഈസ് 2. സോ ഈ 3 ഡിഫറൻസസ് ഓഫ് അഡ്ജസൻറ്റ് ടേംസും ഈക്വൽ ആണ്. സോ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2. അടുത്ത സീക്വൻസ് നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സിൻ്റേതാണ്. ദാറ്റ് ഈസ് 0, 1, 2, 3 എക്സെട്ര. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറൻസസ് ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 1 - 0 ദാറ്റ് ഈസ് 1. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 2 - 1 ദാറ്റ് ഈസ് 1. ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം ഈസ് ഈക്വൽ ടു 3 - 2 ദാറ്റ് ഈസ് 1. സോ ഈ 3 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെയും ഡിഫറൻസസ് ഈക്വൽ ആണ്. സോ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 1. അടുത്ത സീക്വൻസ് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സിൻ്റേതാണ്. ദാറ്റ് ഈസ് 2, 5, 8, 11 എക്സെട്ര.
സോ നമുക്കിതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻസസ് ഓഫ് അഡ്ജസൻറ്റ് ടേംസ് നോക്കാം. ദാറ്റ് ഈസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 5 minus 2, that is 3. Third term minus second term is equal to 8 minus 5, that is 3. Fourth term minus third term is equal to 11 minus 8, that is also 3. So ഈ മൂന്ന് ഡിഫറൻസസ് ഓഫ് അഡ്ജസൻറ്റ് ടേംസും ഈക്വൽ ആണ്. സോ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3.